എല്ലാവർക്കും PSC SCRT ബൂസ്റ്റർ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് PSC 2026 നടത്തിയിട്ടുള്ള എക്സാമിന് ചോദിച്ചിട്ടുള്ള കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. നമുക്ക് 10th പ്രിലിംസിന് 10 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ വരുന്നത് ആ ഭാഗത്തു നിന്നാണ്. അതായത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിലുണ്ടായ മുന്നേറ്റങ്ങളും അതിന് പിന്നിൽ പ്രവർത്തിച്ചവരും, പിന്നെ കേരളത്തിലെ സാമൂഹ്യ പരിഷ്കരണവും, അയ്യങ്കാളി, ചട്ടമ്പി സ്വാമികള്, ശ്രീനാരായണ ഗുരു, പണ്ഡിറ്റ് കറുപ്പൻ, VT ഭട്ടതിരിപ്പാട്, കുമാരഗുരു, മന്നത്ത് പത്മനാഭൻ തുടങ്ങിയ സാമൂഹ്യ പരിഷ്കർത്താക്കളും. ഈ ടോപ്പിക്കിൽ നിന്ന് 2026 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസും റിലേറ്റഡ് ഫാക്ട്സുമാണ് ഈ വീഡിയോയിൽ പറയുന്നത്. ഇനി വരുന്ന എല്ലാ എക്സാമിനും യൂസ്ഫുൾ ആയിരിക്കും. അപ്പൊ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈ പോയിന്റും കൊടുക്കുക. അപ്പൊ നമുക്ക് സമയം കളയാതെ ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ചുവടെ തന്നിരിക്കുന്ന സംഭവങ്ങളില് ഡച്ചുകാരുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ്? കുളച്ചൽ യുദ്ധമാണ്. മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്, വർഷം പഠിച്ചു വെക്കണം. 1741 നമുക്ക് ബാക്കി ഈ ഓപ്ഷനിൽ തന്നിരിക്കുന്ന സംഭവങ്ങൾ എന്താണെന്ന് പഠിച്ചു വെക്കാം. PSC അങ്ങനെയാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. നിങ്ങൾ എക്സാമിന് പഠിക്കുമ്പോൾ ആൻസർ പഠിച്ചതിന് ശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട ഓപ്ഷനിൽ വന്നിരിക്കുന്ന സംഭവങ്ങളും പഠിച്ചു പോവുക. PSC അടുത്ത വരുന്ന എക്സാമിന് അതിൽ നിന്നായിരിക്കും ചോദിക്കുന്നത്. കുളച്ചൽ യുദ്ധം നമ്മൾ പറഞ്ഞു 1741 തിരുവിതാംകൂർ രാജാവായിരുന്ന അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയും ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ നടന്ന യുദ്ധമാണ് ഏത്? കുളച്ചൽ യുദ്ധം. ഇതിലെന്താണ് സംഭവിക്കുന്നത്? ഒരു യൂറോപ്യൻ ശക്തിയെ യുദ്ധത്തിൽ പൂർണ്ണമായിട്ടും പരാജയപ്പെടുത്തിയ ആദ്യത്തെ സംഭവമാണ് ഇത്, കുളച്ചൽ യുദ്ധം. അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട്. PSC റിപ്പീറ്റഡ് ആയിട്ട് അതുകൊണ്ട് ചോദിക്കുന്നതാണ്. അതുപോലെ ഡിലനോയെ കുറിച്ചും പഠിച്ചു വെക്കണം. ഡച്ച് ക്യാപ്റ്റൻ ആയിരുന്നു ആര്? ഡിലനോയ്. അദ്ദേഹത്തെ പിന്നീട് തിരുവിതാംകൂർ സൈന്യത്തെ പരിശീലിപ്പിക്കാൻ മാർത്താണ്ഡവർമ്മ ഏൽപ്പിച്ചു. വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ഡിലനോയ് ആണ്. അതും PYQ ക്വസ്റ്റ്യൻ ആണ്, പഠിച്ചു വെക്കണം. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട വർഷമാണ് കുളച്ചൽ യുദ്ധം. 1741 ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിലായിരുന്നു. ഡച്ച് കപ്പിത്താൻ ഡിലനോയ്, വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്നത് ഡിലനോയ് ആണ്. അത് PYQ ആണ്, പഠിച്ചു വെക്കുക. അടുത്ത ഓപ്ഷനിൽ പറഞ്ഞിരിക്കുന്നതായിരുന്നു ഉദയംപേരൂർ സുന്നകദോസ്. അതിന്റെ വർഷമാണ് ഇമ്പോർട്ടന്റ്, പഠിച്ചു വെക്കണം. 1599 1599 ഉദയംപേരൂർ സുന്നകദോസ്. പോർച്ചുഗീസുകാരുടെ നേതൃത്വത്തിൽ എറണാകുളത്തിനടുത്തുള്ള ഉദയംപേരൂർ പള്ളിയിൽ വെച്ച് വിളിച്ചുകൂട്ടിയ ഒരു സഭാ സമ്മേളനമാണ് ഇത്. എന്തായിരുന്നു ലക്ഷ്യം? കേരളത്തിലെ മലങ്കര നസ്രാണികളെ പൂർണ്ണമായിട്ടും റോമൻ കത്തോലിക്ക സഭയുടെയും പോർച്ചുഗീസുകാരുടെയും അധികാരത്തിന് കീഴിൽ ആക്കുകയായിരുന്നു ലക്ഷ്യം. പിന്നീട് എന്താണ് സംഭവിച്ചത്? തദ്ദേശീയമായ പല ആചാരങ്ങളും മാറ്റാൻ നിർബന്ധിതമാക്കിയ ഈ സമ്മേളനം പിന്നീട് കൂനൻ കുരിശ് സത്യാഗ്രഹം, അത് പഠിച്ചു വെക്കണം. അതിന്റെ വർഷം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. കൂനൻ കുരിശ് സത്യാഗ്രഹം 1653 അത് ചോദിക്കുന്നതാണ്, പഠിച്ചു വെക്കുക. രണ്ടിന്റെ വർഷം നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ PSC ചോദിക്കുന്നതാണ് ആറ്റിങ്ങൽ കലാപം. വർഷം വെരി വെരി ഇമ്പോർട്ടന്റ്, 1721 ആറ്റിങ്ങൽ കലാപം. അഞ്ചുതെങ്ങില് കോട്ട കെട്ടി താമസിച്ച് വ്യാപാരം നടത്തിയിരുന്ന ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപമാണ് ആറ്റിങ്ങൽ കലാപം. അങ്ങനെ പറഞ്ഞാണ് PSC ചോദിക്കുന്നത്. വർഷം പഠിച്ചു വെക്കുക, 1721. അടുത്തത് കുറിച്യർ കലാപമാണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. 1812 കുറിച്യർ കലാപം നടന്നത്. കുറിച്യരും കുറുമ്പന്മാരുമായിരുന്നു. നേതൃത്വം ആരായിരുന്നു? രാമൻ നമ്പിയായിരുന്നു കുറിച്യർ കലാപത്തിന്റെ നേതൃത്വം. ഇത്രയും പോയിന്റ്സും കൂടെ പഠിച്ചു വെക്കുക. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, 1936 കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചത് ആരാണ്? AK ഗോപാലനാണ്. 1836 കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്ക് പട്ടിണി ജാഥ നയിച്ചതാരാണ്? AK ഗോപാലനാണ്. ഓപ്ഷനിൽ തന്നിരിക്കുന്ന K കേളപ്പനും അതുപോലെ മന്നത്ത് പത്മനാഭനും ഇമ്പോർട്ടന്റ് ആണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു വെക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. മന്നത്ത് പത്മനാഭനുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചു വെക്കേണ്ട സവർണ ജാഥയാണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഇത് SCRTയിലെ പോയിന്റ് തന്നെയാണ്. പുതിയ SCRT 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ്. സോഷ്യൽ സയൻസിലെ 8ാമത്തെ ചാപ്റ്റർ ആണ്. ഇതിൽ കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് PSC ചോദിക്കുന്ന മിക്ക ക്വസ്റ്റ്യൻസും ഈ ചാപ്റ്ററിലുണ്ട്. എക്സാമിന് പോകുന്നവര് ഈ ചാപ്റ്റർ പഠിക്കാതെ പോവല്ലേ.
ഇവിടെ ബോക്സിൽ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. വൈക്കം സത്യാഗ്രഹത്തോട് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കാണ്, അതും നോട്ട് ചെയ്ത് വെക്കുക. വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്കാണ് ജാഥ സംഘടിപ്പിച്ചത്. ഇതിന് സവർണ ജാഥ എന്നറിയപ്പെടുന്നു. വൈക്കം സത്യാഗ്രഹവും ഇമ്പോർട്ടന്റ് ആണ്. എന്നായിരുന്നെന്ന് പഠിച്ചു വെക്കണം. സത്യാഗ്രഹം ആരംഭിക്കുന്നത് 1924 മാർച്ച് 30-നാണ്. മാസവും പഠിച്ചു വെക്കണം. PSC ഇപ്പൊ അങ്ങനെയും ചോദിക്കുന്നുണ്ട്. വൈക്കം സത്യാഗ്രഹം എന്നായിരുന്നു? 1924 മാർച്ച് 30-നായിരുന്നു. സത്യാഗ്രഹം നയിച്ചത് ആരാന്നും പഠിച്ചു വെക്കണം. സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തരും. ആരൊക്കെയാണ്? TK മാധവൻ, K കേളപ്പൻ, KP കേശവ മേനോൻ തുടങ്ങിയവരാണ്. പിന്നെ മഹാത്മാഗാന്ധിജിയുടെ മധ്യസ്ഥതയിലാണ് ഈ വൈക്കം സത്യാഗ്രഹം അവസാനിപ്പിക്കുന്നത്. 1925 നവംബർ 23-നാണ് ക്ഷേത്രത്തിന്റെ മുൻവശങ്ങളിൽ കൂടിയുള്ള റോഡുകൾ എല്ലാ ഹിന്ദുമതത്തിലെ ആൾക്കാർക്കും വേണ്ടി തുറന്ന് കൊടുക്കുന്നത്. സ്റ്റാർട്ട് ചെയ്തതും തുറന്നു കൊടുത്തതും അതൊന്ന് പഠിച്ചു വെക്കുക. സ്റ്റാർട്ട് ചെയ്യുന്നത് സത്യാഗ്രഹം 1924 മാർച്ച് 30-നാണ്. റോഡുകൾക്കൂടെ സഞ്ചാരം അനുവദിച്ചത് എന്നാണ്? 1925 നവംബർ 23-നാണ്. പിന്നെ പഠിച്ചു വെക്കേണ്ടതാണ് ഗുരുവായൂർ സത്യാഗ്രഹം. ഇമ്പോർട്ടന്റ് ആണ്. ഗുരുവായൂർ സത്യാഗ്രഹം എന്ന് പറയുന്നത് ഹിന്ദുമതത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഗുരുവായൂർ ക്ഷേത്രത്തിൽ പ്രവേശിക്കാനുള്ള അനുവാദം, അതിനുവേണ്ടി നടന്നതാണ് ഗുരുവായൂർ സത്യാഗ്രഹം. K കേളപ്പൻ അതുപോലെ മന്നത്ത് പത്മനാഭൻ ഇവരുടെ നേതൃത്വത്തിൽ ആദ്യം കമ്മിറ്റി രൂപീകരിച്ചു. സത്യാഗ്രഹം ആരംഭിക്കുന്ന എന്നാന്ന് പഠിച്ചു വെക്കണം. ചോദിച്ചിട്ടുണ്ട്. 1931 നവംബർ 1-നാണ് ഗുരുവായൂർ സത്യാഗ്രഹം നടക്കുന്നത്. പിന്നെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? AK ഗോപാലനാണ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരാണ്? AK ഗോപാലനാണ്. അതൊന്ന് പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ പഠിച്ചു വെക്കേണ്ടതാണ് ക്ഷേത്ര പ്രവേശന വിളംബരം. PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ക്ഷേത്ര പ്രവേശന വിളംബരം എന്നായിരുന്നു? 1936 നവംബർ 12. മാസവും ഡേറ്റും പഠിക്കണം. 1936 നവംബർ 12-ന് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്ന ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിക്കുന്നത്. അതുപോലെ ഗാന്ധിജി ഈ വിളംബരത്തെ വിശേഷിപ്പിച്ചത് എങ്ങനെയാണെന്നും PSC ചോദിക്കുന്നുണ്ട്. ആധുനിക കാലത്തെ മഹാ അത്ഭുതം. റിപ്പീറ്റഡ് PYQ ആണ്. ആധുനിക കാലത്തെ മഹാത്ഭുതം എന്ന് ഗാന്ധിജി വിശേഷിപ്പിക്കുന്ന എന്തിനെയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞത് ആരാന്നും ചോദിച്ചിട്ടുണ്ട്. രണ്ടും പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ പഠിക്കേണ്ട പാലിയം സത്യാഗ്രഹം. ഇപ്പൊ റീസെന്റ് ആയിട്ട് നടന്ന വേറെ എക്സാമിന് ചോദിച്ചാണ്, വർഷം ചോദിച്ചായിരുന്നു. 1747-48 കാലഘട്ടത്തായിരുന്നു എന്ത്? പാലിയം സത്യാഗ്രഹം നടന്നത്. നേതാവ് C കേശവനായിരുന്നു. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ. PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ. ആൻസർ ഓപ്ഷൻ C ആണ്. പ്രാചീന മലയാളവും ആദി ഭാഷയുമാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഈ കൃതികളെല്ലാം എല്ലാവരും പറയുന്നത് NCERT ടെക്സ്റ്റ് ബുക്കിലെ ചാപ്റ്ററിലാണ്. നമുക്ക് ജസ്റ്റ് അതൊന്ന് നോക്കാം. വരുന്ന എക്സാമിന് PSC അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് എന്തായാലും ചോദിക്കും. +2-ലെ ഹിസ്റ്ററിയിലെ ചാപ്റ്റർ ആണ് കേരള ഹിസ്റ്ററി സപ്ലിമെന്ററി എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ഉണ്ട്. നമ്മളിത് കുറെ വട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ഈ ചാപ്റ്റർ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുമുണ്ട്. അതിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് കൊടുത്തേക്കാം. ചട്ടമ്പി സ്വാമികളിലെ പഠിച്ചു വെക്കേണ്ട 3 കൃതികളാണ് പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം. ഏതൊക്കെയാണ്? പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം. ബാക്കിയുള്ളവരെയും നമുക്ക് ജസ്റ്റ് നോക്കാം. PSC ചോദിക്കുന്നതാണ്. ആദ്യം വൈകുണ്ഠ സ്വാമികളാണ്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? അഖില തിരുട്ടും അരുൾ നൂലുമാണ്. ഇതും ചോദിക്കുന്നതാണ്. പിന്നെ അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം, അദ്ദേഹം സ്ഥാപിച്ച പ്രസ്ഥാനമാണ് സമത്വ സമാജം. പിന്നെ അതുപോലെ ചോദിക്കുന്നതാണ്, ഇപ്പൊ കഴിഞ്ഞ ഇടയ്ക്ക് വന്ന എക്സാമിന് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വന്നതാണ്, ദക്ഷിണേന്ത്യയിൽ അല്ലെങ്കിൽ തെക്കേ ഇന്ത്യയിൽ ആദ്യമായിട്ട് കണ്ണാടി പ്രതിഷ്ഠ നടത്തിയതാരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. പിന്നെ അദ്ദേഹത്തിന്റെ ധാർമ്മിക വിശ്വാസ വ്യവസ്ഥ അയ്യാവഴി എന്നാണ് അറിയപ്പെടുന്നത്. പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ് ഈ പോയിന്റ്സ്. പ്രസ്ഥാനം ഏതാണ്? സമത്വ സമാജം. പിന്നെ പ്രസിദ്ധീകരണങ്ങൾ അഖില തിരുട്ടും അരുൾ നൂലുമാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തി. പിന്നെ അദ്ദേഹത്തിന്റെ ധാർമ്മിക വിശ്വാസ വ്യവസ്ഥ അയ്യാവഴി എന്നറിയപ്പെട്ടു.
അടുത്തത് ശ്രീനാരായണ ഗുരുവാണ്. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം SNDP ആണ്. പ്രസിദ്ധീകരണങ്ങൾ വെരി വെരി ഇമ്പോർട്ടന്റ്. ഏതൊക്കെയാണ്? ആത്മോപദേശ ശതകം, ദൈവദശകം, പിന്നെ ദർശനമാല, ശിവശതകം, നവമഞ്ജരി. ഇമ്പോർട്ടന്റ് ആണ്. 5 പഠിച്ചു വെക്കുക. ഏതൊക്കെയാണ്? ആത്മോപദേശ ശതകം, ദൈവദശകം, ദർശനമാല, ശിവശതകം, പിന്നെ നവമഞ്ജരി. പിന്നെ അദ്ദേഹത്തിന്റെ വചനങ്ങൾ ഇമ്പോർട്ടന്റ് ആണ്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം മനുഷ്യന്. റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. പിന്നെ അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ വർഷം പഠിക്കണം. 1888 1888 ചട്ടമ്പിസ്വാമികൾ നമ്മൾ പറഞ്ഞു. ഏതൊക്കെയാണ്? പ്രാചീന മലയാളം, ആദിഭാഷ, വേദാധികാര നിരൂപണം. അടുത്ത അയ്യങ്കാളിയാണ്. അയ്യങ്കാളിയുടെ കൂടുതലും ചോദിക്കുന്ന പ്രസ്ഥാനമാണ്. ഏതാണ്? സാധുജന പരിപാലന യോഗം. സാധുജന പരിപാലന യോഗം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. അതുപോലെ കല്ലുമാല സമരം, കല്ലുമാല സമരം, വില്ലുവണ്ടി യാത്രയൊക്കെ അയ്യങ്കാളിയുടെയാണ്. പിന്നെ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെയാണ്. അദ്ദേഹം സ്ഥാപിച്ച പ്രസ്ഥാനം ഏതാണ്? തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. പഠിച്ചു വെക്കണം. തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ. പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? സ്വദേശാഭിമാനി, പിന്നെ അൽ ഇസ്ലാം. സ്വദേശാഭിമാനിയുടെ പത്രാധിപർ ആരാന്നും പഠിച്ചു വെക്കണം. K രാമകൃഷ്ണ പിള്ള ആയിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ മലയാളം, അറബി മലയാളം മാസികയായിരുന്നു ഏത്? അൽ ഇസ്ലാം. പിന്നെ ഉള്ളത് വാക്പടാനന്ദനാണ്. അദ്ദേഹത്തിന്റെ ചോദിക്കുന്നത് ആത്മവിദ്യാ സംഘം. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമാണ് ആത്മവിദ്യാ സംഘം. പിന്നെ പ്രസിദ്ധീകരണങ്ങൾ ചോദിക്കുന്നതാണ്. അഭിനവ കേരളം മാസികയാണ്. പിന്നെ ആത്മവിദ്യാ കാഹളം, പിന്നെ ശിവയോഗി വിലാസം അദ്ദേഹത്തിന്റെ ആണ്. പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ്? അഭിനവ കേരളം, ആത്മവിദ്യാ കാഹളം. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, മലബാർ ജില്ലാ കോൺഗ്രസിന്റെ പ്രഥമ സമ്മേളനം 1916 പാലക്കാട് വെച്ച് നടന്നപ്പോൾ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ആനി ബസന്റ് ആണ്. ഇത് നമ്മുടെ SCERT ആണ്. നിങ്ങൾ എക്സാമിന് മുന്നേ പഠിക്കേണ്ട ഒരു ചാപ്റ്റർ ആണ്. പഴയ SCERT 10ാം ക്ലാസ്സിലെ ഒരു ചാപ്റ്റർ ഉണ്ട്, കേരളം ആധുനികതയിലേക്ക്. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. കുറെ അധികം പോയിന്റ്സ് ഉണ്ട്. ഈ ചാപ്റ്റർ നമ്മൾ എടുത്തിട്ടുണ്ട്. കാണാത്തവർ അത് കാണുക. എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. ഈ ക്വസ്റ്റ്യൻ ഒക്കെ അതിൽ ഉള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാ ക്രമം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ C ആണ് വരുന്നത്. മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണം 1729 കുളച്ച യുദ്ധം നമ്മൾ വർഷം പറഞ്ഞാണ് 1741. ആറ്റിങ്ങൽ കലാപത്തിന്റെ വർഷം 1721. ശ്രീരംഗപട്ടണം ഉടമ്പടി എന്നാണ് 1792. ആദ്യം വരുന്നത് ആറ്റിങ്ങൽ കലാപമാണ്. രണ്ടാമത് വരുന്ന ഏതാണ്? മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണമാണ്. പിന്നെ വരുന്നതാണ് ഏത്? കുളച്ച യുദ്ധം. ഏറ്റവും ലാസ്റ്റ് ആണ് ശ്രീരംഗപട്ടണം ഉടമ്പടി. ഈ 3 ഇയറും നമ്മളിപ്പം NCERT-യിലൊരു ടെക്സ്റ്റ് ഞാൻ പറഞ്ഞായിരുന്നു, കേരള ഹിസ്റ്ററി സപ്ലിമെന്ററി. ആ ടെക്സ്റ്റിൽ പറയുന്നതാണ്. ജസ്റ്റ് നമുക്കത് നോക്കാവുന്ന. ഇവിടെ ക്ലിയർ ആയിട്ട് ആറ്റിങ്ങൽ കലാപത്തെ കുറിച്ച് പറയുന്നുണ്ട്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത ജനകീയ ചെറുത്തുനിൽപ്പാണ് ആറ്റിങ്ങൽ കലാപം എന്ന് പറയുന്നത്. എന്നാ നടന്നതെന്ന് പഠിച്ചു വെക്കുക. 1721 ഏപ്രിൽ 15 1721 ഏപ്രിൽ 15 പഠിച്ചു വെക്കുക. ഇമ്പോർട്ടന്റ് ആണ്. തദ്ദേശീയരായ ജനങ്ങള് ബ്രിട്ടീഷ് പണ്ടകശാല ആക്രമിക്കുകയും 140 ഈസ്റ്റ് ഇന്ത്യ കമ്പനി പട്ടാളക്കാരെ കൊല്ലുകയും ചെയ്തു. അഞ്ചുതെങ്ങ് കോട്ട പിടിച്ചെടുക്കുകയും ചെയ്തു. കാരണം എന്താന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ആറ്റിങ്ങൽ കലാപത്തിന്റെ വൻതോതിലുള്ള അഴിമതിയും കുരുമുളക് വിലയിൽ കമ്പനി കാണിച്ച ക്രമക്കേടുമാണ് ആറ്റിങ്ങൽ കലാപത്തിന്റെ പിന്നിലെ കാരണമെന്ന് പറയാതെ. കൂടാതെ വേറൊരു കാരണം എന്ന് വെച്ചാൽ ഈ ആറ്റിങ്ങൽ റാണിക്ക് പാരിതോഷികം നൽകിയിരുന്നു. ഇത് പ്രാദേശിക ഫ്യൂഡൽ പ്രഭുക്കന്മാരായിട്ടുള്ള പിള്ളമാരിലൂടെയാണ് റാണിക്ക് എത്തിച്ചുകൊണ്ടിരുന്നത്. ഇത് വിസമ്മതിച്ചതിനെ തുടർന്നാണ്. അത് ഒരു കാരണമാണ്. എന്നാന്നും പഠിച്ചു വെക്കുക. 1721 ഏപ്രിൽ 15 ഏപ്രിൽ 15 അതും പഠിച്ചു വെക്കുക. ഇമ്പോർട്ടന്റ് ആണ്. പിന്നുള്ളതാണ് കുളച്ച യുദ്ധം. മാർത്താണ്ഡവർമ്മ ഡച്ചുകാർക്കെതിരെ ആക്രമണങ്ങളുടെ നിര തന്നെ അഴിച്ചുവിട്ടു. സിലോണിൽ നിന്നും പീരങ്കപ്പടയുമായിട്ട് ഒരു ഡച്ച് സൈന്യം കുളച്ചലിൽ എത്തിച്ചേരുകയും കോട്ടാർ വരെയുള്ള തിരുവിതാംകൂർ പ്രദേശം പിടിച്ചെടുക്കുകയും ചെയ്തു. എവിടെ വരെയാണ്? കോട്ടാർ വരെയുള്ള തിരുവിതാംകൂർ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുകയും മാർത്താണ്ഡവർമ്മയുടെ തലസ്ഥാനമായിട്ടുള്ള കൽക്കുളം, മാർത്താണ്ഡവർമ്മയുടെ തലസ്ഥാനം എവിടെയാണ്? കൽക്കുളമാണ്. ഇത് മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ 1741 ഓഗസ്റ്റ് 10 കുളച്ച യുദ്ധം
നടക്കുന്നത്. ക്യാപ്റ്റൻ ഡിലനോയ് ഉൾപ്പെടെ അനവധി ഡച്ചുകാര് തടവുകാരായിട്ട് പിടിക്കപ്പെട്ടു. ഈ ഡിലനോയ് പിന്നീട് മാർത്താണ്ഡവർമ്മയുടെ സൈന്യത്തിന്റെ വലിയ കപ്പിത്താനായിട്ട് മാറി. പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. 1741 ഓഗസ്റ്റ് 10 പിന്നെ മാർത്താണ്ഡവർമ്മയുടെ തലസ്ഥാനം കൽക്കുളമാണ്. വലിയ കപ്പിത്താൻ ഡിലനോയ് ആണ്. ഇത്രയും പഠിച്ചു വെക്കുക. മാർത്താണ്ഡവർമ്മയുടെ സ്ഥാനാരോഹണം ഇവിടെ വർഷം കൊടുത്തിട്ടുണ്ട്. 1729 നമ്മൾ ഈ ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ കണ്ടാൽ മതി. ഇവിടെ ശ്രീരംഗപട്ടണം ഉടമ്പടിയുടെ വർഷം കൊടുത്തിട്ടുണ്ട്. 1792 നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, തെറ്റായ ജോഡി. താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെറ്റായ ജോഡി. ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 4ഉം തെറ്റാണ്. ആത്മവിദ്യാ സംഘം ആരുടെയാണ്? വാഗ്ഭടാനന്ദന്റെയാണ്. അത് തെറ്റാണ് ഇവിടെ തന്നിരിക്കുന്നത്. അരയ സമാജം പണ്ഡിറ്റ് KP കറുപ്പന്റെ ആണ്. ശരിയാണ്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരുടെയാണ്? കുമാര ഗുരുദേവന്റെ ആണ്. യോഗക്ഷേമ സഭ ആരുടെയാണ്? VT ഭട്ടതിരിപ്പാടിന്റെയാണ്, അയ്യങ്കാളിയുടെ അല്ല. ഇതെല്ലാം ഇപ്പൊ നമ്മുടെ പുതിയ SCERT പറയുന്നുണ്ട്. പഴയ SCERT ഉണ്ട്. നമുക്ക് പുതിയ SCERT നോക്കാം. ഇപ്പൊ പറഞ്ഞ ചാപ്റ്റർ തന്നെയാണ് പുതിയ SCERT 8ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ. സാമൂഹ്യ പരിഷ്കർത്താക്കളും അവയുടെ പ്രധാന പ്രവർത്തനങ്ങളും എന്ന് പറഞ്ഞു ഇവിടെ കൊടുത്തിട്ടുണ്ട്. വൈകുണ്ഠസ്വാമികളുടെ ഏതാണ്? സമത്വ സമാജമാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ഏതാണ്? SNDP ആണ്. അതുപോലെ അയ്യങ്കാളിയുടെ സാധുജന പരിപാലന സംഘമാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭയാണ്. മന്നത്ത് പത്മനാഭന്റെ ആണ് NSS. പൊയ്കയിൽ യോഹന്നാന്റെ ആണ് ഏത്? പ്രത്യക്ഷ രക്ഷ ദൈവസഭ. പണ്ഡിറ്റ് KP കറുപ്പന്റെ ആണ് അരയ സമാജം. അതുപോലെ VT ഭട്ടതിരിപ്പാടിന്റെ ആണ് ഏത്? യോഗക്ഷേമ സഭ. വാഗ്ഭടാനന്ദന്റെ ആണ് ആത്മവിദ്യാ സംഘം. നമ്മൾ ഈ ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട്. കാണാത്തവർ ആ വീഡിയോ കണ്ടാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് ജർമ്മൻ മിഷനറി ആയിട്ടുള്ള ഹെർമൻ ഗുണ്ടർട്ട് എഴുതിയ പുസ്തകം അല്ലാത്തത്? എ ആണ്. ബാക്കി 3 അദ്ദേഹത്തിന്റെ പുസ്തകമാണ്. കേരളോൽപ്പത്തി, കേരള പഴമ, മലയാള ഭാഷാ വ്യാകരണം. ഇത് 3 ഹെർമൻ ഗുണ്ടർട്ടിന്റെ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1615 കോഴിക്കോട് സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ ആരാണ്? ക്യാപ്റ്റൻ വില്യം കീലിംഗ് ആണ്. 1615 കോഴിക്കോട് സന്ദർശിച്ച ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ ആരാണ്? ക്യാപ്റ്റൻ കീലിംഗ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ. ഞാൻ പറഞ്ഞാണ് ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ്. അദ്ദേഹത്തിന്റെ കൃതികൾ അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്. 1ഉം 4ഉമാണ്. ചട്ടമ്പി സ്വാമികളുടെ കൃതികൾ ഏതൊക്കെയാണ്? ആദിഭാഷ, പ്രാചീന മലയാളം, ഒരെണ്ണം കൂടെ ഉണ്ട്, ഏതാണ്? വേദാധികാര നിരൂപണം. ആത്മോപദേശ ശതകം ആരുടെയാണ്? ശ്രീനാരായണ ഗുരുവിന്റെ ആണ്. അഭിനവ കേരളം വാഗ്ഭടാനന്ദനാണ്. നമ്മൾ പറഞ്ഞതാണ്. ആ ചാപ്റ്റർ ഒക്കെ ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കാതെ പോവല്ല്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ഹിന്ദി ഭാഷ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആരംഭിച്ച ഹിന്ദി പ്രചാര സഭയുടെ സ്ഥാപകൻ ആരാണ്? K വാസുദേവൻ പിള്ളയാണ്. അടുത്ത താഴെ പറയുന്നവയിൽ റാണി ഗൗരി ലക്ഷ്മി ബായുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ആൻസർ ഓപ്ഷൻ ബി ആണ്. 2ഉം 4ഉം ശരിയാണ്. സെക്രട്ടേറിയറ്റ് സമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിലാക്കി. പിന്നെ അടിമ വ്യാപാരം തിരുവിതാംകൂറിൽ നിർത്തലാക്കിയതും ആരാണ്? റാണി ഗൗരി ലക്ഷ്മി ബായി ആണ്. അതുപോലെ PSC ചോദിക്കുന്നതാണ് റാണി ഗൗരി പാർവതിബായിയെ കുറിച്ച്. തിരുവിതാംകൂറിൽ സൗജന്യ വിദ്യാഭ്യാസം നടപ്പിലാക്കിയത് ആരാന്ന് ചോദിക്കുന്നുണ്ട്. 1817 വർഷവും പഠിക്കണം. ഗൗരി പാർവതിബായി ആണ്. ഇവിടെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന റാണി ഗൗരി ലക്ഷ്മി ബായിയെ കുറിച്ചാണ്. അവരാണ് സെക്രട്ടേറിയറ്റ് സമ്പ്രദായം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത്. പിന്നെ അടിമ വ്യാപാരം തിരുവിതാംകൂറിലെ നിർത്തലാക്കിയത് ആരാണ്? റാണി ഗൗരി ലക്ഷ്മി ബായി ആണ്. അടുത്തത്, കേരളത്തിൽ നിലനിന്നിരുന്ന സാമൂഹികമായ അസമത്വത്തിനെതിരെ മിശ്രഭോജനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ്? സഹോദരൻ അയ്യപ്പനാണ്. മിശ്രഭോജനം സഹോദരൻ അയ്യപ്പനാണ്. സമപന്തി ഭോജനം വൈകുണ്ഠസ്വാമികളുടെയാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത്, കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? K കേളപ്പനാണ്. നമ്മൾ പറഞ്ഞാണ്. പഠിച്ചിട്ട് പോകേണ്ടത് പുതിയ SCERT 8ാം ക്ലാസ്സിലെ ചാപ്റ്റർ ദേശീയ പ്രസ്ഥാനവും കേരളവും എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ ഉണ്ട്.
ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, അത് പഠിച്ചാൽ മതി, മാർക്ക് കിട്ടും. പിന്നെ കുളച്ച യുദ്ധം റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. കുളച്ച യുദ്ധം ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്നതാണ്. 1741 ഓഗസ്റ്റ് 10-നായിരുന്നു. അതും ഒന്ന് പഠിച്ചു വെച്ചോ, NCERT ഉള്ളതുകൊണ്ട് വേണമെങ്കിൽ ചോദിക്കാം. അടുത്ത നമ്മൾ പറഞ്ഞാണ് ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യത്തെ സംഘടിത കലാപം ഏതാണ്? ആറ്റിങ്ങൽ കലാപമാണ്. ആറ്റിങ്ങൽ കലാപത്തിന്റെ വർഷവും ഇമ്പോർട്ടന്റ് ആണ്. 1721 ഏപ്രിൽ 15-നാണ്. അതൊന്ന് പഠിച്ചു വെക്കുക, ചോദിക്കും. അടുത്തത് സ്വദേശാഭിമാനി പത്രം, നമ്മൾ കണ്ട ക്വസ്റ്റ്യൻ ആണ്, NCERT ഉള്ളതാണ്. വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെയാണ്. അടുത്തത് മലയാളത്തിൽ അച്ചടിച്ച ആദ്യത്തെ ഗ്രന്ഥം ഏതാണ്? സംക്ഷേപ വേദാർത്ഥമാണ്. ഇതും നമ്മുടെ SCERT ഉള്ളതാണ്. നിങ്ങൾ എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട SCERT അതുപോലെ NCERT ചാപ്റ്റർ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഫസ്റ്റ് കമന്റ് ആയിട്ട് കൊടുത്തേക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും തെറ്റാണ് ചോദിച്ചേക്കുന്നത്. ആൻസർ ഓപ്ഷൻ ബി ആണ്. തെറ്റ് വരുന്നത് ഇതാണ്, ബാക്കിയെല്ലാം ശരിയാണ്. വാസ്കോഡഗാമ ആദ്യമായിട്ട് മലബാർ തീരത്ത് എത്തിച്ചേർന്ന വർഷം 1498 അത് ശരിയാണ്. പിന്നെ ഡച്ചുകാര് കോഴിക്കോട് എത്തുന്ന 1604 കുളച്ച യുദ്ധം 1741 ഇത് NCERT ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. ഇതിൽ അടുത്ത ക്വസ്റ്റ്യനും NCERT ഉള്ളതാണ്. രണ്ട് ക്വസ്റ്റ്യൻ നോക്കിയിട്ട് അത് വന്നിരിക്കുന്ന ഭാഗം ജസ്റ്റ് കാണിച്ചു തരാം. ശരിയായ രണ്ട് പ്രസ്താവനകൾ അടങ്ങുന്ന ഓപ്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്. എയും ഡിയുമാണ് ശരി. മലയാളത്തിൽ ആദ്യമായിട്ട് അച്ചടിച്ച സംക്ഷേപ വേദാർത്ഥം പ്രകാശനം ചെയ്ത വർഷം 1772 പിന്നെ ബേസിൽ ഇവാഞ്ചലിക്കൽ മിഷൻ കണ്ണൂരിലെ ഭരണശ്ശേരിയിലെ ഇംഗ്ലീഷ് സ്കൂൾ വിദ്യാഭ്യാസം സ്ഥാപിച്ച വർഷം 1841 ഈ രണ്ട് ക്വസ്റ്റ്യനും NCERT അതുപോലെ ചോദിച്ചതാണ്. നമുക്ക് ചാപ്റ്റർ നോക്കാം. ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേരള ഹിസ്റ്ററി സപ്ലിമെന്ററി ആ ടെക്സ്റ്റിലുള്ള രണ്ട് ചാപ്റ്ററിൽ നിന്നാണ് പോയിന്റ്സ് വന്നിരിക്കുന്നത്. വാസ്കോഡഗാമ പോർച്ചുഗീസുകാർ 1498 കോഴിക്കോട് എത്തുന്നത്, ആ വർഷം തന്നിട്ടുണ്ട്. അടുത്ത ഡച്ചുകാര് കോഴിക്കോട് എത്തുന്ന വർഷം 1604 അത് ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുളച്ച യുദ്ധം 1741 1741 കുളച്ച യുദ്ധത്തിലേക്ക് നയിച്ചു. കുളച്ച യുദ്ധത്തിൽ ഡച്ചുകാർക്കേറ്റ പരാജയം ഇന്ത്യയുടെ തെക്ക് പടിഞ്ഞാറ് തീരപ്രദേശത്ത് അവരുടെ ശക്തി ക്ഷയിക്കാനിടയായി. പിന്നെ പറഞ്ഞത് കുഞ്ഞാലി മരക്കാറെ വധിക്കുന്നത് 1600 ഗോവയിൽ വെച്ചാണ്, അതൊന്ന് പഠിച്ചു വെക്കണം. കുഞ്ഞാലി നാലാമനെയായിരുന്നു വധിച്ചത്, കുഞ്ഞാലി നാലാമനെയായിരുന്നു. കോഴിക്കോട് സാമൂതിരിയുടെ നാവികപ്പടയുടെ തലവന്മാരായിരുന്നു ആര്? കുഞ്ഞാലി മരക്കന്മാർ. ഇമ്പോർട്ടന്റ് ആണ്, അവരെ പറ്റി ചോദിക്കാറുണ്ട്. 4 പേരാണ് ഉണ്ടായിരുന്നത്. പോർച്ചുഗീസുകാർക്കെതിരെയുള്ള യുദ്ധത്തിലെ യഥാർത്ഥ വീരൻ എന്നറിയപ്പെട്ടിരുന്ന കുഞ്ഞാലി നാലാമനെയായിരുന്നു. അദ്ദേഹത്തെയാണ് 1600 ഗോവയിൽ വെച്ച് പിടിച്ച് വധിക്കുന്നത്. പിന്നെ വന്ന പോയിന്റ് ആണ് സംക്ഷേപ വേദാർത്ഥം. മലയാളത്തിൽ ആദ്യമായിട്ട് അച്ചടിച്ച സംക്ഷേപ വേദാർത്ഥം പ്രകാശനം ചെയ്ത വർഷം എന്നാണ് 1772 അതുപോലെ ഈ പോർച്ചുഗീസുകാർ കേരളത്തിൽ അച്ചടി സ്ഥാപിച്ച വർഷം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോ, ചിലപ്പോൾ അടുത്ത എക്സാമിന് അതായിരിക്കും ചോദിക്കുന്നത്. 1577 1577 പിന്നെ ഇവിടെ ഊഴിയം എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അതും PYQ ആണ്. വേതനമില്ലാത്ത നിർബന്ധിത അധ്വാനമാണ് എന്ത് ഊഴിയം എന്ന് പറയുന്നത്. അടുത്ത പോയിന്റ് 1847 ഹെർമൻ ഗുണ്ടർട്ട് രാജ്യസമാചാരം, പശ്ചിമോദയം എന്നീ പേരുകളിൽ മലയാള പത്രങ്ങൾ ആരംഭിക്കുന്ന വർഷമാണ് തെറ്റിച്ചെന്ന്. 1847 ഹെർമൻ ഗുണ്ടർട്ട് പ്രസിദ്ധീകരിക്കുന്നത്. അടുത്തത് 1813 എന്ത് കോട്ടയത്ത് കോളേജും സെമിനാരിയും സ്ഥാപിക്കുന്നത്, 1813 പിന്നെ കണ്ണൂരിലെ ഭരണശ്ശേരിയിലെ ഇംഗ്ലീഷ് വിദ്യാലയം ബേസൽ ഇവാഞ്ചലിക്കൽ മിഷൻ സ്ഥാപിക്കുന്നത് എന്നാണ് 1841 കുറച്ചധികം വേറെയും വർഷങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ചാപ്റ്റർ എടുത്തിട്ടുണ്ട്, എല്ലാവരും അത് കാണുക, എക്സാമിന് യൂസ്ഫുൾ ആയിരിക്കും. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അടുത്തത് കേരളത്തിലെ ഡച്ച് ശക്തിയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിൽ ശരിയായിട്ട് വരുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം ശരിയാണ്. നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ഇപ്പം കണ്ടതാണ്. 1741 കുളച്ച യുദ്ധം നടക്കുന്നത്. തിരുവിതാംകൂർ രാജാവ് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തുകയാണ് ചെയ്തത് 1741 ഓഗസ്റ്റ് 10 അതും ഒന്ന് പഠിച്ചു വെക്കുക. പിന്നെ ശരിയായിട്ട് വരുന്ന ഡച്ചുകാർ തദ്ദേശീയ ഭിഷഗ്വരനായ ഇട്ടി അച്യുതന്റെ സഹായത്തോടെയാണ് ഹോർത്തൂസ് മലബാറിക്കസ്
തയ്യാറാക്കുന്നത്. ഇമ്പോർട്ടന്റ് ആണ്. ഹോർത്തൂസ് മലബാറിക്കസ് PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന അത് നമ്മുടെ പുതിയ SCERT പറയുന്നുണ്ട്. ജസ്റ്റ് അതുകൂടെ നോക്കാം. ഇത് പുതിയ SCERT 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ ആദ്യത്തെ ചാപ്റ്റർ ആണ്, ഒന്നാമത്തെ ചാപ്റ്റർ ആണ്. ഇതിലെ യൂറോപ്യന്മാരെ കുറിച്ച് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. ഈ ചാപ്റ്ററും എക്സാമിന് പഠിച്ചിട്ട് പോകണം. ഡച്ചുകാരുമായിട്ടുള്ള ബന്ധത്തിന്റെ ഏറ്റവും വലിയ സംഭാവനയാണ് ഏത്? ഹോർത്തൂസ് മലബാറിക്കസ് എന്ന കൃതിയാണ്. കേരളത്തിലെ 742 ഇത് പഠിക്കണം, ഇതും ചോദിച്ചു. 742 ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ ഈ ഗ്രന്ഥത്തിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഡച്ച് ഗവർണർ ആയിരുന്ന ഹെൻറിക്ക് വാൻഡ്രീഡ് ആണ് ഈ കൃതിയുടെ രചനയ്ക്ക് നേതൃത്വം നൽകിയത്. രചനയ്ക്ക് സഹായിച്ചത് ആരൊക്കെയാണ്? ഇട്ടി അച്യുതൻ എന്ന മലയാളി വൈദ്യൻ. പിന്നെ ആരൊക്കെയാണ്? അപ്പുഭട്ട്, രംഗഭട്ട്, വിനായക് ഭട്ട്. ഇവരും രചനയിൽ പങ്കാളിയായി. മലയാള അക്ഷരങ്ങൾ അച്ചടിയിൽ പതിഞ്ഞ ആദ്യത്തെ പുസ്തകം ഏതാണ്? ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ഇത് മലയാളം, ഇംഗ്ലീഷ് എന്നീ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്തതാരാണ്? ഡോക്ടർ KS മണിലാൽ ആണ്. അതും പഠിച്ചു വെക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ഇട്ടി അച്യുതനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആലപ്പുഴ ജില്ലയിലെ ചേർത്തല താലൂക്കിലെ കടക്കരപ്പള്ളി ഗ്രാമത്തിൽ. ജില്ല ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക, ആലപ്പുഴ ജില്ലയിലാണ് ജനിക്കുന്നത്. ഡച്ചുകാരെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. പോർച്ചുഗീസുകാർ വന്നതിന് ശേഷം രണ്ടാമതായിട്ട് വരുന്നതാണ് ആര്? ഈ ഡച്ചുകാര്. പോർച്ചുഗീസുകാരെ തുടർന്ന് ഇന്ത്യയിലേക്ക് എത്തിച്ചേർന്ന യൂറോപ്യരാണ്. ഹോളണ്ടിൽ നിന്നുള്ളവരായിരുന്നു, നെതർലൻഡ്സിൽ നിന്ന്. ഡച്ചുകാർ എന്നാണ് ഇവര് അറിയപ്പെട്ടിരുന്നത്. നാഗപട്ടണം പഠിച്ചു വെക്കണം. നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര. പഴയ SCERT ഇല്ലാത്ത ഫാക്റ്റ് ആണ്, അതുകൊണ്ടാണ് പറഞ്ഞത്. ഡച്ചുകാരുടെ ഇന്ത്യയിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? നാഗപട്ടണം, ബറോച്ച്, അഹമ്മദാബാദ്, ചിൻസുര. കുളച്ച യുദ്ധം നമ്മൾ പറഞ്ഞാണ് 1741. ഇനി ബാക്കി ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, 1920 തിരുവിതാംകൂർ രാഷ്ട്രീയ മഹാസഭ രൂപീകരിക്കുന്നതിൽ നേതൃപരമായ പങ്ക് വഹിച്ച വ്യക്തിയുടെ പേര്? ആൻസർ ഓപ്ഷൻ C ആണ്. ആരാണ്? വേലുക്കുട്ടി അരയനാണ്. അടുത്തത്, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ A ആണ്. 1ഉം 2ഉം ശരിയാണ്. ഗുരുവായൂർ സത്യാഗ്രഹ സമയത്ത് കസ്തൂർബ ഗാന്ധിയും രാജഗോപാലാചാരിയും ക്ഷേത്ര പ്രവേശനത്തെ പിന്തുണച്ച് സജീവമായ പ്രൊപ്പഗാൻഡ നടത്തി. അത് ശരിയാണ്. പിന്നെ രണ്ടാമത്തെയും ശരിയാണ്. പയ്യന്നൂരില് നിസ്സഹരണ പ്രസ്ഥാനം സംഘടിപ്പിക്കുന്നതിൽ കേളപ്പൻ പങ്ക് വഹിച്ചിട്ടുണ്ട്. വൈക്കം സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ AK ഗോപാലൻ ആയിരുന്നു. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആണ് ആര്? AK ഗോപാലൻ. ഇതാണ് തെറ്റായിട്ട് വരുന്നത്, ബാക്കി രണ്ടും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഡച്ചുകാരെ കുറിച്ച് തെറ്റായിട്ട് തന്നേക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ A ആണ്. കേരളത്തിൽ ആദ്യമായി അച്ചടിശാല ആരംഭിച്ച ആരാണ്? പോർച്ചുഗീസുകാരാണ്. ഞാനിപ്പം NCERT ടെക്സ്റ്റ് കാണിച്ചപ്പം പറഞ്ഞായിരുന്നു, പോർച്ചുഗീസുകാരാണ്. 1577 വർഷം ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബാക്കി 3ഉം ശരിയാണ്. മാർത്താണ്ഡവർമ്മ കൊളച്ചിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. കുളച്ച യുദ്ധം എന്നായിരുന്നു 1741. കേരളത്തിലെ ഡച്ചുകാരുടെ ഏറ്റവും വലിയ നേട്ടങ്ങളിൽ ഒന്നായിരുന്നു ഏത്? ഹോർത്തൂസ് മലബാറിക്കസ്. നമ്മളത് പറഞ്ഞായിരുന്നു. ഡിലനോയുടെ കീഴിലുള്ള ഡച്ച് നാവിക ഉദ്യോഗസ്ഥരാണ് തിരുവിതാംകൂർ സേനയെ ആധുനികവൽക്കരിച്ചത്. ഈ 3എണ്ണം ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ B ആണ്. 1ഉം 2ഉം 3ഉം ശരിയാണ്. മൂക്കൂത്തി സമരം ആറാട്ടുപുഴ വേലായുധ പണിക്കരുമായിട്ട് ബന്ധപ്പെട്ടാണ്. കല്ലുമാല സമരം അയ്യങ്കാളിയാണ്. മിശ്രഭോജനം സഹോദരൻ അയ്യപ്പനാണ്. ചാന്നാർ കലാപവുമായിട്ട് പറയുന്നത് വൈകുണ്ഠ സ്വാമികളെയാണ് ചാന്നാർ കലാപവുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയുന്നത്. ചാന്നാർ കലാപം നടന്നത് 1859. അതും PSC ചോദിക്കുന്നതാണ്. അടുത്ത, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തിരുവിതാംകൂർ ഭരണാധികാരി മാർത്താണ്ഡവർമ്മയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ട് വരുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ C ആണ്. 1ഉം 3ഉം 4ഉം ശരിയാണ്. ക്യാപ്റ്റൻ ഡിലനോയുടെ സഹകരണത്തോടെ തിരുവിതാംകൂർ സൈന്യത്തെ ആധുനികവൽക്കരിച്ചു. ഈ ചോദിച്ച പോയിന്റ്സ് തന്നെയാണ് പിന്നെയും ചോദിക്കുന്നത്. അപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾ എക്സാമിന് മുന്നേ ചെയ്തിട്ട് പോകണം. പിന്നെ പതിവ് കണക്ക് എന്ന പേരില് വാർഷിക ബഡ്ജറ്റ് അവതരിപ്പിച്ച ആരാണ്? മാർത്താണ്ഡവർമ്മയാണ്. ഇത് നമ്മൾ പറഞ്ഞ NCERT ടെക്സ്റ്റിൽ പറയുന്ന കാര്യങ്ങളാണ്. പിന്നെ 1753 ഡച്ചുകാരുമായിട്ട് മാവേലിക്കര ഉടമ്പടിയിൽ ഒപ്പുവെക്കുന്നത്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക. ഡച്ചുകാരുമായിട്ട് മാർത്താണ്ഡവർമ്മ മാവേലിക്കര ഉടമ്പടി സൈൻ ചെയ്യുന്നത് 1753.
അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ബ്രിട്ടീഷുകാരുടെ പ്രത്യക്ഷ ഭരണത്തിലുണ്ടായിരുന്ന മേഖല ഏതാണ്? മലബാർ ആണ്. ഇത് നമ്മുടെ NCERT-ലും SCERT-ലും എല്ലാം പറയുന്ന കാര്യമാണ്. ബ്രിട്ടീഷുകാരുടെ നേതൃത്വത്തിലുള്ള ഭരണമായിരുന്നു എവിടെ? മലബാറില്. തിരുവിതാംകൂറിലും കൊച്ചിയിലും ഒക്കെ എന്താ റെസിഡന്റുമാരുടെ നേതൃത്വത്തിലായിരുന്നു. നേരിട്ടുള്ള ഭരണം മലബാറിലായിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം തിരുവിതാംകൂറിൽ നടപ്പിലാക്കിയത് ആരാണ്? റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പറഞ്ഞതാണ് ആരാണ്? ഗൗരി പാർവതി ബായാണ് 1817 ആയിരുന്നു. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത്, ശിവയോഗ വിലാസം എന്ന മാസിക ആരംഭിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദന്റെയാണ് ശിവയോഗ വിലാസം മാസിക. അപ്പൊ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻസ്. PSC കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ട് 2026 മാത്രം ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട ചാപ്റ്റേഴ്സും പറഞ്ഞു. പുതിയ SCERT-ൽ നിങ്ങൾ പഠിക്കേണ്ട ചാപ്റ്റർ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 8ാമത്തെ ചാപ്റ്റർ ഉണ്ട്, ദേശീയ പ്രസ്ഥാനവും കേരളവും എന്ന് പറഞ്ഞ്. അതിൽ മിക്ക പോയിന്റ്സും, എല്ലാ പോയിന്റ്സും തന്നെ ഉണ്ട്. ആ ചാപ്റ്റർ ആദ്യം പഠിക്കാൻ നോക്കുക. പിന്നെ നിങ്ങൾ പഠിക്കേണ്ടത് പഴയ SCERT 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ്, കേരളം ആധുനികതയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്റർ ഉണ്ട്. ഈ 2 ചാപ്റ്റേഴ്സ് ആദ്യം പഠിക്കാൻ നോക്കുക. പിന്നെ സമയം ഉണ്ടെങ്കിൽ NCERT നോക്കുക. NCERT +2 ഹിസ്റ്ററിയിൽ കേരള സപ്ലിമെന്ററി എന്ന് പറഞ്ഞൊരു ടെക്സ്റ്റ് ഉണ്ട്. അതിൽ 2 ചാപ്റ്റേഴ്സ് ഉണ്ട്. ആ 2 ചാപ്റ്റേഴ്സും നോക്കിയാൽ മതി. നിങ്ങൾക്ക് മാർക്ക് മുഴുവൻ കേരള ഹിസ്റ്ററിയുടെ ഭാഗത്ത് നിന്ന് കിട്ടും. അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈ പോയിന്റും കൊടുക്കുക. താങ്ക് യു.